ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. സുന്ദരം ചിരിച്ചാ. അങ്ങനെ ഞങ്ങളൊന്ന് വീടിൻ്റെ അടുത്തുള്ള ഒരു പുഴ കാണാൻ പോവാണ് കേട്ടോ. കരയിൽ നിന്ന് മാത്രം കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഇത് തൊട്ടി. അങ്ങനെ ഏതായാലും പുഴയിൽ ഇറങ്ങാൻ പേടിയില്ലാത്തവരൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോഴും കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ് ഇസ. ഓൾക്ക് പോയാൽ പേടിയാണെന്നാണ് പറയുന്നത്. ഇറങ്ങ് കുഞ്ഞേ. ഇതിന് മുന്നേ ഒരു വട്ടം അവളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവളെ വാപ്പ വെള്ളത്തിൽ മുക്കിയെടുത്താന്ന്. ആ പേടിയൊക്കെ മാറിയതായിരുന്നു. പിന്നെന്താണെന്ന് അറിയില്ല, ഇപ്പോഴും പേടിയാന്ന് പറഞ്ഞ് നിൽക്കുക. അവളെ വാപ്പ ഉണ്ടോ ഇതൊക്കെ കണ്ട് നിൽക്കണ്. ഓളെ എടുത്ത് പുഴയിൽ ഇറങ്ങി. അതോടെ ആളെ തനി നിറം മാറി. വാപ്പാൻ്റെ കയ്യിൽ പിന്നെ കുട്ടികളെയൊന്നും സുരക്ഷിതം തന്നെയാണല്ലോ. അവൾക്ക് ഒരു പേടി ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ മുങ്ങലും താങ്ങലും. നീന്താൻ അറിയാത്ത ഞാനിവിടെ ഒരു പൂവിൻ്റെ ഭംഗി നോക്കി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒക്കത്ത് നമ്മൾ ഐഷുണ്ട്. ഐഷു വെള്ളം തൊടിയിക്കണേ ഇല്ല, ഭയങ്കര കച്ചറയാണ്. ഓളെ പിന്നെ അങ്ങനെ ഒക്കത്തിട്ട് ഇരിക്കില്ല, അത് വേറെ നിവർത്തിയില്ല. ആ ഒരു ടൈമിൽ ഇതാ നല്ല അടിപൊളി മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും പണ്ട് ഞാനൊക്കെ പുഴയിൽ പോയപ്പോൾ തവളമുട്ടനെയാണ് കേട്ടോ പിടിച്ചിരുന്നത്. അപ്പോൾ അതിലേറെ എന്തുകൊണ്ടും വലുത് തന്നെയാണ് ഈ മീൻ. അങ്ങനെ ബാപ്പയും മക്കളൊക്കെ മീൻ പിടിക്കുന്ന തിരക്കിലാണ്. കുറച്ചെന്തൊക്കെയോ കിട്ടിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വന്നിങ്ങനെ മീൻ പിടിക്കാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റും, പക്ഷെ വെള്ളത്തിന് ഒരു തണുപ്പില്ല, നല്ല ചൂട് വെള്ളമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ പൊരിഞ്ഞ വെയിലുകൊണ്ടായിരിക്കും ഇങ്ങനെ. ഇതൊന്ന് നോക്കിക്ക. എന്താ എത്ര ആ ബാക്കിൽ നടക്കുന്നത് നീന്താൻ പഠിപ്പിക്കണ ഒച്ചയും ആളാണ് കേട്ടോ. അങ്ങനെ ഏതായാലും ഒരു 1.5 മണിക്കൂർ അങ്ങനെ വെള്ളത്തിലിരുന്ന് കുറച്ച് മീനും കിട്ടി. എല്ലാവരും ഹാപ്പി. ഇവിടെ ഐഷു ബേബി മാത്രമുണ്ട് കുറച്ച് കലിപ്പിലാണ്. പിന്നെ ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കരയെ കയറ്റുക എന്നുള്ളതാണ്. എന്ത് പറഞ്ഞിട്ടും കയറണ്ടേ. അവിടെ തന്നെ അടയിരിക്കുകയാണ്. ഉടുപ്പിൽ നിറയെ കല്ല് പെറുക്കിയിരിക്കുകയാണ് കേട്ടോളൂ. ഈ രണ്ടാൾ നീന്തലൊക്കെ പഠിച്ചു എന്നാണ് തോന്നുന്നത്. ഒറ്റക്ക് ഇതാക്കണ് പോകണു. നമ്മളെ മുട്ടുത്തിയുള്ള നീന്തലില്ലേ, അതാണ് പഠിച്ചത്. വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു ടൈപ്പിൽ എടുത്തുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.